അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന ഫോട്ടോ പയ്യോളിയിൽ ഒരു പാവപ്പെട്ട കുടുംബം വീട് വെക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന ഒരു സ്ഥലത്തിൻ്റെ ഫോട്ടോ ആണ്. വളരെ പാവപ്പെട്ട കുടുംബമാണ്. ഈ സ്ഥലം തന്നെ വാങ്ങിയത് വളരെ പ്രയാസപ്പെട്ടുകൊണ്ടാണ്. വെള്ളം നിൽക്കുന്ന ഒരു പ്രദേശം കൂടിയാണത്. അവിടെ മണ്ണിട്ട് നികത്തിയാൽ മാത്രമേ വീട് വെക്കാൻ സാധിക്കുകയുള്ളൂ. 3 ചെറിയ മക്കളാണുള്ളത്. കൂലിപ്പണിക്ക് പോയി നിത്യജീവിതം പുലർത്തുന്ന ഒരു കുടുംബമാണ്. വാടക വീട്ടിലാണ് ഇപ്പോൾ അവർ താമസിച്ചു കൊണ്ടിരിക്കുന്നത്. അവിടുന്ന് പോകാൻ വേണ്ടി അതിൻ്റെ ഉടമസ്ഥൻ ആവശ്യപ്പെടുന്നുണ്ട്. അത്രയേറെ ഒരു പ്രയാസത്തിൽ എവിടെ പോകുമെന്നൊന്നും അറിയാതെ വല്ലാതെ വിഷമിച്ച് നിൽക്കുകയാണ്. അവർക്കിപ്പോൾ ഒരു 3 ലോഡ് കല്ല് കിട്ടിയാൽ, അതിൻ്റെ സിമൻറ്റും കിട്ടിയാൽ അടിത്തറ പാകാം എന്ന് ആഗ്രഹമുണ്ട്. അതിൻ്റെ മുകളിൽ എന്തെങ്കിലും വെച്ച് കെട്ടിയിട്ട് താമസിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അവരുടെ കയ്യിൽ യാതൊരു നിവൃത്തിയുമില്ല. മാത്രവുമല്ല, റോഡിന് വേണ്ടി പോകുന്ന സ്ഥലമാണ് ഈ വാടകയ്ക്ക് താമസിക്കുന്നത്. അത് എളുപ്പത്തിൽ തന്നെ ഇറങ്ങിക്കൊടുക്കേണ്ടി വരും. ആ സമയത്ത് എവിടെ പോകും, എന്ത് ചെയ്യുമെന്നറിയാതെ പ്രയാസപ്പെട്ട് നിൽക്കുകയാണ്. ഈ ഒരു 4 സെന്റ് സ്ഥലം മാത്രമാണുള്ളത്. അവിടെ ഒരു തറ കെട്ടിയാൽ അവർക്ക് സുഖമായി അവിടെ എന്തെങ്കിലും വെച്ച് കെട്ടിയിട്ട് താമസിക്കാം. അതിന് 3 ലോഡ് കല്ല് ആവശ്യമുണ്ട്, അതിൻ്റെ സിമൻറ്റും ആവശ്യമുണ്ട്. കഴിയുന്നവരൊക്കെ യാതൊരു മടിയും കൂടാതെ ഈ പരിശുദ്ധമായ ദിനരാത്രങ്ങളിൽ നിങ്ങളുടെ സ്വതക്ക ഇതിനു വേണ്ടിയാവട്ടെ. ഇനി ആർക്കെങ്കിലും നേരിട്ട് വന്ന് കണ്ട് ബോധ്യപ്പെട്ട് വല്ലതും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഈ നമ്പറുമായി ബന്ധപ്പെട്ടാൽ, ഗൂഗിൾ പേ നമ്പറാണ്, അതിൽ ബന്ധപ്പെട്ടാൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് വരാവുന്നതാണ്, കാണാവുന്നതാണ്, ബോധ്യപ്പെടാവുന്നതാണ്. വളരെ പ്രയാസം അനുഭവിക്കുന്ന കുടുംബമായതുകൊണ്ട് തന്നെ നിങ്ങളുടെ അകമഴിഞ്ഞ സഹായം, തറയുടെ പണി നടത്താൻ ആവശ്യമായ എല്ലാ സഹായ സഹകരണങ്ങളും, അത് കല്ലായോ പണമായോ സിമൻ്റായോ എങ്ങനെയാണോ നിങ്ങളെ കൊണ്ട് സാധിക്കുക അതൊക്കെ ചെയ്ത് ഈ പാവപ്പെട്ട കുടുംബത്തെ സന്തോഷിപ്പിച്ച് രക്ഷപ്പെടുത്തണമെന്ന് വിനയപുരസരം അഭ്യർത്ഥിക്കുകയാണ്. സഹായിക്കുന്ന എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാ വേദികളിൽ വെച്ചും എല്ലാ നല്ല സദസ്സുകളിൽ വെച്ചും നിങ്ങൾക്ക് പ്രത്യേകം ദുആ ഉണ്ടായിരിക്കും എന്ന് ഉണർത്തി വിനീതൻ അബൂ ഹിബ അഷ്റഫി പയ്യോളി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സമസ്തയുടെ സ്ഥാപക ദിനത്തിൽ ശൈഖുന കാന്തപുരം ഉസ്താദ് വിതുമ്പിക്കൊണ്ട് പറഞ്ഞ വാക്കുകളെ ദുർവ്യാഖ്യാനിച്ച ഷജറകളെയും സുഹാബികളെയും തിരുത്തി EK സമസ്തയുടെ പ്രസിഡന്റ് മഹാനായ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, സുഹാബികൾ ഇരു സമസ്തയും ഒന്നിക്കരുതെന്ന് ആഗ്രഹിക്കുന്നവരാണ്, അതിനായി പണിയെടുക്കുന്നവരാണ്. മാത്രവുമല്ല, EK സമസ്ത തന്നെ ഭിന്നിപ്പിച്ച് വഹാബികൾക്ക് അനുകൂലമായ ഒരന്തരീക്ഷം കേരളത്തിൽ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അതിനേറ്റവും വലിയ തെളിവാണ് കാന്തപുരം ഉസ്താദ് വിതിമ്പിക്കൊണ്ട് പറഞ്ഞ വാക്കുകൾക്ക് ശേഷം നാസർ ഫൈസി കൂടത്തായി FB-യിലിട്ട പോസ്റ്റ്. അതൊന്ന് നമുക്ക് വായിച്ചു നോക്കാം. ശംസുൽ ഉലമയെ പെട്ടപ്രതിയാക്കി ഐക്യമോ, സമസ്തയിൽ ബാഹ്യ ശക്തിയോ, സുന്നികൾ പരമാവധി മറന്നും പൊറുത്തും ഒന്നിക്കൽ കാലം കാത്തിരിക്കുന്ന ശുഭവാർത്തയാണ്. അത് സാധ്യമാവട്ടെ. എന്നാൽ സമസ്തയിൽ നിന്ന് ബഹുമാനപ്പെട്ട കാന്തപുരം പുറത്താക്കപ്പെട്ടത് ഇരുവിഭാഗവും ഉത്തരവാദിയല്ലെന്ന മട്ടിൽ ബാഹ്യ ശക്തിയിലും കറുത്ത കൈകളിലും പാപം വെച്ച് കെട്ടാനാണ് ചിലരുടെ ഇടപെടൽ. കണ്ണിയത്തുസ്താദും ശംസുൽ ഉലമയും മറ്റു ഉലമാക്കളും ക്ഷമയുടെ അങ്ങേയറ്റം കണ്ട ശേഷം എടുത്ത ഒരു തീരുമാനം ശരിയായിരുന്നു എന്നും മറ്റൊരു ബാഹ്യ ശക്തിയുടെ സമ്മർദ്ദത്തിന് ഉലമാക്കൾ വിധേയപ്പെട്ടതല്ല എന്നും വിശ്വസിക്കുന്നവരാണ് പാരമ്പര്യ സമസ്തക്കാർ. അന്ന് അകന്നു പോയത് ശരിയായില്ലെന്നും മറ്റാരോ ആണ് തങ്ങളെ അകറ്റിയതെന്നും ബഹുമാനപ്പെട്ട കാന്തപുരത്തിന് തോന്നിയാൽ അത് അദ്ദേഹത്തിന്റെ സ്വയം ഏറ്റുപറച്ചിലാണ്. ഇനി വിട്ടുവീഴ്ച ചെയ്ത് മാന്യമായി ഒന്നിച്ചു ചേരുകയാണ് പരിഹാരം. അന്നത്തെ തീരുമാനം ശരിയായില്ലെന്നും അങ്ങനെ സംഭവിച്ചത് നവീനവാദികളോ മറ്റ് കറുത്ത ശക്തികളോ ചെയ്യിപ്പിച്ചതാണെന്നും
ഇപ്പോൾ ചിലർക്ക് തോന്നുന്നത് വിശ്വാസത്തിന്റെ ബലഹീനതയും തുടർ വഴിയെയും പൂർവികരെയും തള്ളിപ്പറയലുമാണ്. കബളിപ്പിക്കപ്പെട്ടു, വിധേയപ്പെട്ടു എന്ന് പറഞ്ഞാൽ സ്വയം ബലഹീനതയുണ്ടെന്ന് സമ്മതിക്കലും ബിദഈ കക്ഷികൾക്കോ ബാഹ്യശക്തികൾക്കോ കഴിവിനെ പതിച്ചു കൊടുക്കലുമാണ്. ബിദഈകളുടെ കുതന്ത്രങ്ങളിൽ ഒതുങ്ങാൻ സമസ്ത 60 വർഷം പിന്നിട്ടപ്പോഴും നിന്നിട്ടില്ല. ഇപ്പോൾ 100ന്റെ നിറവിലും ഇല്ല. ഇനി അന്ത്യനാൾ വരെയും ആവില്ല. നവീനവാദികളുടെ കുതന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞ് കാപഢ്യക്കാരെ പ്രതിരോധിക്കുന്നവരാണ് സമസ്തക്കാർ. കറുത്ത ശക്തി പച്ച ശക്തിയാവാൻ തരമില്ല. മുഷാവറ ശൈഖാനിമാർ നേരിട്ട് ഇടപെട്ട് ഇലാഹിയായ പിന്തുണയോടെ എടുത്ത അന്നത്തെ തീരുമാനം നടപ്പാക്കുന്നതിന് സകല സന്നാഹവും ഉപയോഗിച്ചവരാണ് തങ്ങളും ബീവിയും. അത് ഷെയ്ഖുന തന്നെ പറഞ്ഞതുമാണ്. സമസ്ത ഐക്യത്തിന് ലീഗ് നേതൃത്വം ശ്രമിക്കണമെന്നാണ് പിളർപ്പിന്റെ കറുത്ത കരങ്ങളെ പറയുന്നവരും ആവശ്യപ്പെട്ടത്. അതുകൊണ്ട് ആ കറുത്ത കരം പച്ചയല്ലെന്ന് വ്യക്തമാണ്. പുതിയ ബന്ധങ്ങളാവാം, ആത്മാർത്ഥതയോടെ ലയിച്ചു ചേർന്നാവണം. അത് പാരമ്പര്യ തീരുമാനത്തെ തള്ളിപ്പറഞ്ഞാവരുത്. മുഖം പൊത്താം, അത് ഉടുമുണ്ട് പൊക്കിയാവരുത്. ഇതിൽ 2-3 കളവുകൾ നാസർ ഫൈസി കൂടത്തായി പറയുന്നുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ശംസുലുലമയെ കാന്തപുരം ഉസ്താദ് പ്രതിയാക്കിയിട്ടില്ല. നാസർ ഫൈസി കൂടത്തായി പറഞ്ഞതുപോലെ ശംസുലുലമയും കണ്ണിയത്ത് ഉസ്താദും ഷെയ്ഖുന കാന്തപുരം ഉസ്താദ് അടക്കമുള്ള മുഷാവറ അംഗങ്ങളെ പുറത്താക്കിയ പ്രതികളുമല്ല. ശംസുൽ ഉലമയെയും കണ്ണിയത്ത് ഉസ്താദിനെയും പ്രതികളാക്കാൻ ശ്രമിക്കുന്നത്, തരം താഴ്ത്താൻ ശ്രമിക്കുന്നതും നാസർ ഫൈസിയാണ്. ഉദ്ദേശം ഒന്നിക്കരുതെന്ന് മാത്രമാണ്. ഒന്നിച്ചുള്ളത് ഒന്നുകൂടി ഭിന്നിക്കണം എന്നാഗ്രഹിക്കുന്ന വ്യക്തിയാണ് നാസർ ഫൈസി കൂടത്തായി. അല്ലെങ്കിൽ ഒന്നിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴെങ്കിലും പുറത്താക്കിയതല്ല, അവരിറങ്ങിപ്പോയതാണ് എന്ന വസ്തുത എഴുതാൻ താങ്കൾ തയ്യാറാവണമായിരുന്നു. ഇവിടെയും എഴുതിയിട്ടുള്ളത് പുറത്താക്കിയെന്ന പച്ചക്കള്ളമാണ്. ഉദ്ദേശം ഭിന്നിപ്പ് തന്നെ. നാസർ ഫൈസിയെ പോലെയുള്ള നേതൃസ്ഥാനത്തിരിക്കുന്നവർ ഇപ്പോഴും ഭിന്നിപ്പിന്റെ സ്വരങ്ങളുമായി രംഗത്ത് വരികയും അതിനായി ചില പച്ചക്കള്ളങ്ങൾ പുറത്തുവിടുമ്പോൾ ഇന്നും അങ്ങയെ അംഗീകരിക്കുന്ന സുഹാബികൾ എന്ന പേരിൽ അറിയപ്പെടുന്നവരും അങ്ങയെ തള്ളിപ്പറയുന്ന ഷജറകളും കാന്തപുരം ഉസ്താദിനെ വിളിക്കുന്നത് വഹാബികളുടെ അതേ പല്ലവിയാണ്, കാന്തപ്പൻ എന്നാണ്. അത് നിങ്ങളെ പഠിപ്പിച്ച ക്ഷേത്രകടം എന്തായി? ഇപ്പൊ കാന്തപ്പന് ബാഹ്യശക്തിന്റെ സമ്മതിക്കാൻ പോയി. ശംസുലമക്കെ തെറ്റുപറ്റി കബളിപ്പിക്കപ്പെട്ടും സമ്മതിക്കാൻ പോയി. ഇതാണ് പഠിച്ചവൻ തിരിച്ചു വരാറുള്ളത്. എന്തൊരു കഥ! അതെ, തെറ്റ് തിരുത്തി വന്നാല് കാന്തപ്പന് ബാഹ്യ ശക്തി ഇടുന്നോ ഏതെങ്കിലും ശക്തി ഇടുന്നു ഞങ്ങൾ പറയും. അതെന്താ സംശയം? വഹാബികളെ പോലെ കാന്തപുരം ഉസ്താദിനെ പരിഹസിക്കാനും തള്ളിപ്പറയാനും ആരോപണങ്ങൾ ഉന്നയിക്കാനും കിട്ടുന്ന സ്ഥലങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തുന്നവർ ഞങ്ങൾ ഒന്നിക്കുന്നതിനെ സ്വാഗതം ചെയ്യുന്നു എന്ന് പറയുന്നതിലെ ആത്മാർത്ഥത പരിശോധിക്കേണ്ടതാണ്. ആ കപടതയും കൂടി ഒഴിവാക്കി ആത്മാർത്ഥമായി ഒന്നിക്കാൻ എല്ലാവരും തയ്യാറാവണം. മറ്റൊരു കാര്യം പറഞ്ഞിട്ടുള്ളത്, കാന്തപുരം ഉസ്താദ് സമസ്തയിൽ നിന്ന് ഇറങ്ങിപ്പോന്നത് തെറ്റായിപ്പോയി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഞാൻ ഖേദിക്കുന്നു എന്ന് പറഞ്ഞ് തൗബക്ക് തയ്യാറായി എന്നാണ് ഷജറകളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് തനിച്ച ദുർവ്യാഖ്യാനമാണ്. അങ്ങനെ വരുമ്പോൾ ഞങ്ങളാണ് അവരെ പുറത്താക്കിയതെന്ന് പണ്ട് മുതലേ പറഞ്ഞത് പച്ചക്കള്ളമാണെന്ന് നിങ്ങൾ തന്നെ സമ്മതിക്കുന്ന ഒരു ഘട്ടത്തിലേക്കാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു കാര്യം, ഷെയ്ഖുന കാന്തപുരം ഉസ്താദ് അല്ല സമസ്തയിൽ നിന്ന് ഇറങ്ങിപ്പോന്നത്, താജുൽ ഉലമ ഉള്ളാൾ തങ്ങളാണ്. താജുൽ ഉലമയെ അംഗീകരിച്ചുകൊണ്ട് താജുൽ ഉലമയുടെ പക്ഷമാണ് ശരിയായ പക്ഷമെന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് കാന്തപുരം ഉസ്താദും പിന്നാലെ ഇറങ്ങിയത്. താജുൽ ഉലമ വഫാത്താകുന്നത് വരെ അതിൽ ഖേദം പ്രകടിപ്പിച്ചിട്ടില്ല, അത് തെറ്റായിപ്പോയി എന്ന് പറഞ്ഞിട്ടില്ല. പിന്നെങ്ങനെയാണ് താജുൽ ഉലമയുടെ അന്നത്തെയും ഇന്നത്തെയും നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന
കാന്തപുരം ഉസ്താദ് ഞാൻ ചെയ്തത് തെറ്റായിപ്പോയി എന്ന് പറയുക. ഒന്നാമത് കാന്തപുരം ഉസ്താദ് ചെയ്യാത്ത പ്രവൃത്തിയിൽ തെറ്റ് സംഭവിച്ചു എന്ന് പറയാനാണ് ഈ ഷജറകളും സുഹാബികളും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. ആ ഭാഗമൊന്ന് നമുക്ക് കേൾക്കാം. ശംസുലമക്കേ തെറ്റ് പറ്റി കബളിപ്പിക്കപ്പെട്ടും സമ്മതിക്കാൻ പോയി. ഇതാണ് പഠിച്ചോൻ തിരിച്ചു തരാറുള്ളത്. എന്തൊരു കഥ. അതെ, തെറ്റ് തിരുത്തി വന്നാല് കാന്തപ്പന് ബാഹ്യ ശക്തി ഇടുന്നോ ഏതെങ്കിലും ശക്തി ഇടുന്നോ ഞങ്ങൾ പറയും. അതെന്താ സംശയം? സമസ്തയോട് ഒന്നിച്ചിട്ട് സമസ്തയ്ക്ക് ഞാൻ ചെയ്തു പോയ തെറ്റുകൾ ഞനക്ക് ബോധ്യപ്പെട്ട് ഞാൻ സമസ്തയോട് യോജിച്ചിലേക്ക് വന്നാൽ എന്ത് അംഗീകരിക്കാൻ പ്രശ്നം? ഇതൊന്നുമില്ലാതെ നിങ്ങൾ അദ്ദേഹത്തിന് കൊടിവീശാൻ പോയില്ലേ? അദ്ദേഹത്തിന് കാല് വെക്കാൻ പോയില്ലേ? അദ്ദേഹത്തിന് വോട്ട് വാങ്ങാൻ പോയില്ലേ? എടാ അത് നിങ്ങൾക്ക് പറ്റുമെങ്കിലോ? നിങ്ങൾക്ക് പറ്റുമോ? ഒന്ന് പറഞ്ഞ അതെങ്ങനെ നിങ്ങൾ പോയത്? ഇത് നല്ല രസമല്ല. ഒരു ക്ഷമാപണം നടത്താതെയും അല്ലെങ്കിൽ ഞാൻ ലീഗിനോട് ചെയ്ത് തെറ്റായിപ്പോയി, അല്ലെങ്കിൽ ഞാൻ സുഹാബികളോട് ചെയ്ത് തെറ്റായിപ്പോയി, അല്ലെങ്കിൽ വഹാബികളോട് ചെയ്ത് തെറ്റായിപ്പോയി എന്ന് അയാൾ പറഞ്ഞോ? ഇല്ലല്ലോ. അയാൾ എന്താ പറഞ്ഞത്? സമസ്തയെടുത്തേക്ക് എനിക്ക് വന്ന തെറ്റായിപ്പോയി, സമസ്തയുടെ ആ തീരുമാനം ഞാൻ എടുത്തത്, സമസ്തയോടുള്ള എതിർപ്പെടുത്തത് അത് തെറ്റായിപ്പോയി, അത് തെറ്റിച്ചവർ എന്നെ പലരുമുണ്ട് എന്നല്ലേ അയാൾ പറഞ്ഞു. അപ്പൊ അങ്ങനെ തെറ്റായി പോയി ക്ഷമിക്കണമെന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ വരുമ്പം ഇരു കൈ കൂട്ടി സ്വീകരിക്കണോ? അത് ഇരിക്കുന്ന ബേജാറ് രണ്ട് സുന്നികളെ ഒന്നിച്ചാൽ എനിക്ക് ബേജാറല്ല. നീ ഒഴുകി നീ മൂത്രച്ച് നീ ഒഴുകിപ്പോടാ. ആടെ ഞങ്ങൾ ഒന്നിക്കൂടാ. ഞങ്ങൾ വേണ്ടി വന്നാ ഒന്നിക്കും. അത് ലയിക്കോ അല്ലെങ്കിൽ ഞങ്ങൾ ഐക്യോ ഏതെങ്കിലും തരത്തിൽ. കേട്ടല്ലോ സഹോദരങ്ങളെ, ഇത് തീർത്തും പച്ച നുണയാണ് എന്ന കാര്യത്തിൽ സമസ്തയുടെ ചരിത്രം പഠിച്ച ഒരാൾക്കും സംശയമുണ്ടാവുകയില്ല. ജിഫ്രി മുത്തക്കോയത്തക്കളും 40 മുഷാവറിയും എന്തു പറയുന്നുവോ അത് ഞങ്ങൾ ശിരസാൽ വഹിക്കും. മനസ്സിലായോ? അതൊന്നും ഇനി തടയാൻ നിന്നെ കൊണ്ടോ നിന്റെ രാഷ്ട്രീയ ഉപ്പുപ്പാനെ കൊണ്ടൊന്നും കയ്യിലടോ. അറിയോ? അതെ, ജിഫ്രി മുത്തുക്കോയ തങ്ങൾ തന്നെ പറയട്ടെ. ഷെയ്ഖുന കാന്തപുരം ഉസ്താദിന്റെ വിതുമ്പുന്ന വാക്കുകളെ ദുർവ്യാഖ്യാനിച്ച ഷജറകളും സുഹാബികളും കേട്ടോളൂ. നിങ്ങളുടെ ദുർവ്യാഖ്യാനത്തെ പച്ചക്ക് കീറി വലിച്ചു തോട്ടിലേക്ക് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ എറിയുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം. കാന്തപുരം ഒരു വേദിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഈ ഐക്യം അത് ഉടൻ തന്നെ സാധ്യമാകണം. ഈ പിളർപ്പിന് പിന്നിൽ നവീകരണ പ്രസ്ഥാനങ്ങളുടെ ഗൂഢാലോചനയാണ് എന്നുള്ള കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. അപ്പം ഈ പ്രസ്താവന എങ്ങനെയാണ് താങ്കൾ നോക്കിക്കാണുന്നത്? സ്വാഗതം ചെയ്യുന്നുണ്ട്? അല്ല, അതങ്ങനെ ഐക്യം വേഗം പുലരണം എന്നല്ലേ അദ്ദേഹം പറഞ്ഞത്. അതിനല്ലേ ഞാനും പറഞ്ഞത്. ഐക്യം പുലരാൻ ആവശ്യമാവുന്ന പ്രവർത്തനങ്ങൾ എല്ലാവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവണം. അതിന് നമ്മൾ സ്വാഗതം ചെയ്യുന്നു. പിന്നെ അതിന്റെ പിളർപ്പിന്റെ കാരണക്കാരാരാന്നുള്ളത് അത് അവരും ആവാം, നവീന പ്രസ്ഥാനക്കാരും അല്ലാത്തവരും ഒക്കെ ആവാം, ആരും ആവാം. ആര് അവരെന്ന് പറഞ്ഞാല് അവരെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് നവീന പ്രസ്ഥാനക്കാരെ പറ്റി മാത്രമല്ല, അതിന് പലരും അതിന്റെ പിന്നിലുണ്ടാവാം, അത്രേ പറഞ്ഞു. അത് ഈ കാന്തപുരം അതിന്റെ ആളാണോ അല്ലേ എന്നുള്ളതല്ല ഞാൻ പറഞ്ഞത്. മനസ്സിലായില്ലേ? അയാൾ ആ സമയത്ത് അതുമായിട്ട് ബന്ധപ്പെട്ട ആളല്ലോ. അപ്പൊ അയാൾക്ക് കുറച്ചുകൂടി അറിയും. അപ്പൊ അയാൾ പറഞ്ഞത് ഐക്യത്തിന് വേണ്ടിയുള്ള ചർച്ചകളൊക്കെ ഉണ്ടാവും കൂടുതലായി. ശ്രമിക്കാം. ഒരു തടസ്സമില്ല. താങ്കൾ മനസ്സിലാക്കുന്ന എന്താണ് ഇങ്ങനെ ഒരു തടസ്സം അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടായിരിക്കുന്ന കാര്യം എന്താണ്? അല്ല, അങ്ങനെ ഇപ്പൊ പല ഇത് കേട്ടില്ല. താങ്കൾ എത്ര കൃത്യമായിട്ടാണ് ആ വിഷയം പറഞ്ഞത്? കേട്ടല്ലോ സഹോദരങ്ങളെ, ജിഫ്രി മുത്തുക്കോയ തങ്ങൾ സുഹാബികളുടെയും ഷജറകളുടെയും ദുർവ്യാഖ്യാനത്തെ തിരുത്തുകയാണ് ചെയ്യുന്നത്. ഇനിയെങ്കിലും നല്ലവരായ ഷജറകളും സുഹാബികളും തിരുത്തണം. ജിഫ്രി മുത്തുക്കോയ തങ്ങൾ എന്താണോ പറയുന്നത് അതിന്റെ കൂടെ ഞങ്ങൾ നിൽക്കുമെന്ന് പറഞ്ഞാൽ പോരാ, നിൽക്കുക തന്നെ വേണം. ജിഫ്രി മുത്തുക്കോയ തങ്ങൾ എന്താണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്? പിളർത്തിയത് ഷെയ്ഖുന കാന്തപുരം ഉസ്താദാണെന്നല്ല. പിളർപ്പിന്റെ സമയത്ത് ഷെയ്ഖുന കാന്തപുരം ഉസ്താദ് ഉണ്ടായിരുന്നു. അന്ന് ഞാൻ ഉണ്ടായിരുന്നില്ല. എന്നെക്കാളും അതിനെ സംബന്ധിച്ച് അറിവുള്ളയാൾ ഷെയ്ഖുന കാന്തപുരം ഉസ്താദാണ്. അതുകൊണ്ട് തന്നെ ഷെയ്ഖുന കാന്തപുരം ഉസ്താദിന് അന്ന് നടന്ന എല്ലാ സംഭവങ്ങളും അറിയാം എന്ന് പറയുന്നതോടൊപ്പം ജിഫ്രി മുത്തുക്കോയ തങ്ങൾ
അടിവരയിട്ടുകൊണ്ട് ഒരു സംഗതി പറയുകയാണ്. നവീനവാദികളും ചില ബാഹ്യ ശക്തികളുമാണ് സമസ്തയുടെ പിളർപ്പിന് കാരണമായിട്ടുള്ളത്. ശൈഖുനാ കാന്തപുരം ഉസ്താദാണ് പിളർപ്പിന് കാരണമെന്ന് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറയുന്നില്ല. ശൈഖുനാ കാന്തപുരം ഉസ്താദാണ് അന്ന് സമസ്തയെ പിളർത്തിയതെങ്കിൽ പിളർത്തിയത് കാന്തപുരം ഉസ്താദാണെന്ന് പറയാൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ മടിച്ചു നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നവീനവാദികളും ചില ബാഹ്യ ശക്തികളും, ആ ബാഹ്യ ശക്തികളാണോ ഇന്ന് സുഹാബികൾ എന്ന പേരിൽ ഇന്ന് EK വിഭാഗം സമസ്തയിൽ പിളർപ്പിന് നേതൃത്വം നൽകുന്ന ആളുകളാണോ എന്നും നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതാണ് നാസർ ഫൈസിയുടെ പോസ്റ്റിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഷജറകളോട് എനിക്ക് പറയാനുള്ളത്, ശൈഖുനാ കാന്തപുരം ഉസ്താദ് പറഞ്ഞ വാക്കുകളെ നിങ്ങൾ ദുർവ്യാഖ്യാനിക്കരുത്. ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞ വാക്കുകളെ ദുർവ്യാഖ്യാനിക്കരുത്. അവർ പറഞ്ഞത് സത്യം സത്യം പോലെ നമുക്ക് ജനങ്ങളോട് പറയാൻ കഴിയണം. എങ്കിലേ നമുക്കും അവർക്കും ഒരു വിശ്വാസ്യതയുണ്ടാവുകയുള്ളൂ. ഇപ്പോഴുള്ള ഭിന്നത ഐക്യപ്പെടുകയുള്ളൂ. കഴിഞ്ഞതൊക്കെ പൊറുക്കാനും മറക്കാനും സാധിക്കുകയുള്ളൂ. ഐക്യപ്പെടണമെന്ന് പറയുമ്പോഴും ഐക്യം ആരോടാണോ വേണ്ടത്, അദ്ദേഹത്തെ കുറിച്ച് ആരോപണങ്ങളും അദ്ദേഹം പറഞ്ഞ വാക്കുകളെ വളച്ചൊടിക്കലും പറയാത്തത് കൂട്ടിച്ചേർക്കുകയും ചെയ്താൽ എങ്ങനെയാണ് ഐക്യമുണ്ടാവുക? ആത്മാർത്ഥമായി നിങ്ങൾ ഐക്യത്തെയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഇത്തരം വാക്കുകൾ ഒഴിവാക്കുകയാണ് വേണ്ടത്. സത്യസന്ധമായ വാക്കുകൾ പറയുകയാണ് വേണ്ടത്. അതല്ല, ഷജറകളും സുഹാബികളും തമ്മിലുള്ള ഈ ഭിന്നത രൂക്ഷമാക്കാൻ വേണ്ടി പരസ്പരം വിജയം കണ്ടെത്താൻ വേണ്ടിയാണോ കാന്തപുരം ഉസ്താദിനെ വലിച്ചയച്ചുകൊണ്ട് രണ്ടുപേരും മത്സരിക്കുന്നതെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. നന്മ വളരട്ടെ, തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം.